ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അങ്ങനെ 2026 അല്ലേ, എല്ലാവരും അങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മൾ വിചാരിച്ചു, അമ്മ പറഞ്ഞു നമ്മളെ കൃഷിത്തോട്ടം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ കൃഷിത്തോട്ടത്തിലേക്ക് പോയതാണ് കേട്ടോ. ഇത് കോയപ്പന്തൽ, നമ്മളെ കോയപ്പന്തലിൽ കുറേ കോയക്ക പിടിച്ചു വിട്ടാണ്. നമ്മൾ കുറേ കോയക്ക കറിയെല്ലാം വെച്ച് വിട്ടിട്ടാ. കോയക്കാന്ന് നമ്മളിവിടെ പറയില്ല, നിങ്ങളാടെല്ലാം എന്ത് പറയില്ലെന്ന് പറഞ്ഞോട്ടാ. പിന്നെ തക്കാളി കുഞ്ഞി തക്കാളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ മൂപ്പർ. തക്കാളി നോക്കിയാൽ നല്ല രസമില്ലേ, കുഞ്ഞു തക്കാളി കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വലുതാവും തോറും ഒരു ആകാംക്ഷയാണ്. ഇത് എപ്പോൾ വലുതാവും എന്നിട്ടൊരു ആകാംക്ഷയാണ് കേട്ടോ തക്കാളീനെ. അങ്ങനെ അമ്മ മറിച്ച് നോക്കാനുണ്ട്, എന്തെങ്കിലും കീടങ്ങളെല്ലാം ഉണ്ടോ, ഇങ്ങനെ പ്രാണിയെല്ലാം ഉണ്ടാവില്ലേ ഇതിനെ നശിപ്പിക്കാൻ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം മറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കാന്ന് കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും കാണിക്കാന്നതാ, എൻ്റെ തക്കാളി പറഞ്ഞിട്ട് കാണിക്കാന്ന് കേട്ടോ. അങ്ങനെ തക്കാളി എല്ലാം നോക്കി അതിനൊന്നും പ്രത്യേകിച്ച് വസ്തുതലാണ്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ കോളിഫ്ലവർ കാണിക്കാറ്. പിന്നെ കോളിഫ്ലവർ നോക്കാൻ വേണ്ടി പോയി. അതിൽ കുറേ എണ്ണത്തിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, പിടിക്കുന്നത്ര കുഞ്ഞി തൈയല്ലേ. അത് ഒന്നിൽ ചെറിയ കുഞ്ഞി കോളിഫ്ലവർ പിടിച്ചിട്ടുണ്ട്, ചെറിയ ബേബി കോളിഫ്ലവർ. ഇനി ഇതെല്ലാം വലുതാണെങ്കിലും അവിടെ ഉണ്ടല്ലേ, ഇതൊരു പ്രതീക്ഷയാണിത്. എപ്പോൾ വലുതാവും എന്നെ നോക്കിക്കോണ്ടിക്കാം. അങ്ങനെ അതാ കോളിഫ്ലവർ എല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പയറുവള്ളിയിലുണ്ട്, അതിനെല്ലാം നേരാക്കി കൊടുത്തോണ്ടിരിക്കുന്നു. അതിനാ ചരയിലേക്ക് കയറ്റി കൊടുത്തോണ്ടത്. അതതിൻ്റെതാ പയർ കുറേ ഉണ്ട് കേട്ടോ, അങ്ങോളം നട്ടിട്ടുണ്ട് കേട്ടോ പയറെല്ലാം. പിന്നെ വെണ്ടത്തയ്യതാ, വെണ്ടയുടെ അടുക്ക് എത്തുമ്പോൾ ചെറിയ കുഞ്ഞി പൂമ്പാറ്റ. ഇപ്പോൾ പൂമ്പാറ്റേനെല്ലാം നമുക്ക് കാണൽ കുറവ് തന്നെയല്ലേ. അങ്ങനെ ഇതായി പൂമ്പാറ്റ നല്ല രസമില്ല, വെള്ള കളർ പൂമ്പാറ്റ. അവിടെ ചെറിയൊരു ജമന്തി തൈ ഉണ്ട്, അതിനെ ഇതാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ആ പൂമ്പാറ്റ. അങ്ങനെ കുറച്ച് ആ പൂമ്പാറ്റയുടെ വീഡിയോയിൽ എടുത്തിട്ട് ഇതാ നല്ല വെണ്ടക്കയെല്ലാം പിടിച്ചു തുടങ്ങിയിട്ടാ. കുഞ്ഞി വെണ്ടക്കയെല്ലാം ഉണ്ട് പിടിച്ചിട്ട്. പിന്നെ നമ്മൾ പച്ചമുളക് നട്ടിന്. കുഞ്ഞി പച്ചമുളക് പിടിക്കാൻ തുടങ്ങി, അത്രയേ ഉള്ളൂ, പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെ ഇതാ പച്ചമുളകിൻ്റെ ഉണ്ട് കേട്ടോ, കുറേ പച്ചമുളക് തൈ ഉണ്ട്. അങ്ങനെ ഇതാ പച്ചമുളകെല്ലാം പിടിച്ചു. ഇതാ കണ്ടോ ഞങ്ങളെ പച്ചമുളക്. നിങ്ങൾ നട്ടിട്ടുണ്ടോ? നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ പച്ചക്കറി നട്ടിട്ട് നയിച്ച് തിന്നുന്നതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയല്ലേ. നമ്മൾ ചാണകം എല്ലാം വളം ഇട്ടിട്ട്, അങ്ങനെ നല്ല വളമെല്ലാം ഇട്ടിട്ട് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. രാസവളമൊന്നും ഇട്ടാൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ദോഷമാണ്. നമുക്കിപ്പോൾ പീടിയെന്നാലും നമുക്ക് പച്ചക്കറി മേടിക്കുമ്പോൾ രാസവളം ഇട്ടിട്ടല്ലേ കിട്ടുക. അങ്ങനെ ഇതാ നമ്മളെ പച്ചക്കറി ഇതാ അത് ഇന്നിതാ നരമ്പനുണ്ട് കേട്ടോ, കുഞ്ഞ് നരമ്പനെല്ലാം പിടിച്ചു തുടങ്ങിയിട്ടുള്ളതാ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ, എല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉത്സാഹമാണല്ലോ. നരമ്പനെല്ലാം പിടിച്ചു, കുഞ്ഞി നരമ്പനുണ്ട് കേട്ടോ, കുറേ നരമ്പനുണ്ട് കേട്ടോ പിടിച്ചിട്ട്. അങ്ങനെ നരമ്പൻ. ഇനി നമ്മൾ ആകെ ഉപയോഗിക്കുന്നത് ചാണകം മാത്രം കേട്ടോ, ചാണകവും പിന്നെ ഈ മീനിൻ്റെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല വളം. മീൻ വളം എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഒരു ഡ്രമ്മിൽ മീനും വെല്ലവും എല്ലാം ഇട്ടിട്ട് ഒരു മിശ്രിതമാക്കുന്ന, ആ മിശ്രിതം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നല്ലതാണ് കേട്ടോ പച്ചക്കറിക്ക്. പെട്ടെന്ന് കായ്വളവ് ഉണ്ടാവും പെട്ടെന്ന്, അതിനാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചാണകം ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ, ഇതിനെല്ലാക്കാളും നല്ലത് ചാണകമാണ്. പിന്നെ കയ്പക്കെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ പയറെല്ലാം വലയിൽ കയറാൻ തുടങ്ങി കേട്ടോ, പയറിൻ്റെ വള്ളിയെല്ലാം. ഇപ്പുറം ഭാഗത്തില്ല പയറിൽ നമുക്ക് പയറെല്ലാം കിട്ടി, കുറേ തവണ പയർക്കറിയെല്ലാം വെച്ചു നമ്മൾ. അങ്ങനെ നമ്മളെ കൃഷിത്തോട്ടം എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം നമ്മളെ കൃഷിത്തോട്ടം. ഇത് ചെരങ്ങ വള്ളിയെല്ലാം ഉണ്ട് കേട്ടോ, ഇതെല്ലാം പിടിക്കണത്ര. പിടിച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെരങ്ങയെല്ലാം പിടിച്ചിട്ടായിട്ടാകുമ്പോൾ കാണിച്ചു തരാം. കുമ്പളങ്ങയും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. പയറെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ നല്ല നീളം പച്ച പയറാണ്, കാണാൻ തന്നെ നല്ല രസമില്ലേ പയറെല്ലാം കാണുമ്പോൾ തന്നെ. അങ്ങനെ നമ്മളെ പച്ചക്കറി തോട്ടം ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതും കൊണ്ട് അവസാനിച്ചിട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്